പിന്നാലെ വിസാരഹിത സംവിധാനം ആവിഷ്കരിച്ച് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരാൻ സാധ്യത. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുറമെ സമ്പദ്ഘടനയ്ക്ക് ഉണർവ് പകരാൻ തീരുമാനം ഉപകരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 80 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ കൂടാതെ രാജ്യത്ത് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഖത്തർ തീരുമാനത്തിന് പുറത്തും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ട്രാവൽ മേഖലയ്ക്കും ഹോട്ടൽ വ്യവസായത്തിനും മാത്രമല്ല വിപണിക്കും ഇത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പൊതു വിലയിരുത്തൽ. ദുബൈ ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങൾ നേരത്തെ തന്നെ വിസാ നിയമങ്ങൾ ഉദാരമാക്കിയത് സഞ്ചാരികളെ വലിയ തോതിൽ തന്നെ ആകർഷിച്ചിരുന്നു. കൂടുതൽ നഗരങ്ങൾ വിസാരഹിത സംവിധാനത്തിലേക്ക് വന്നേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ആഭ്യന്തര ടൂറിസം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഈ നടപടി ഉപകരിക്കും. അനുകൂല സാഹചര്യം മുതലെടുത്ത് ആളുകൾ നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങിയേക്കുമെന്ന ആശങ്കയിൽ കാര്യമില്ലെന്ന് പറയുന്നവരാണ് കൂടുതലും. ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് എക്കോണമിക് ആൻഡ് സെക്യൂരിറ്റി പഠിച്ചതിന് ശേഷമുള്ള രാജ്യങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നതെന്നും പിന്നെ രണ്ടാമത് ഈവൻ വന്ന് ആരെങ്കിലും ചാടിയാലോ അത് വളരെ ഫ്യൂ ഒരു 5%, 10% ആൾക്കാർ ചിലപ്പം വന്നിട്ട് തിരിച്ചു പോകാതിരിക്കുകയാണെങ്കിലും ഖത്തറിൻ്റെ കറണ്ട് വരെ പോലീസ് സംവിധാനവും വരെ CID സംവിധാനമൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അത് ഇവർക്കൊരു വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികൂല രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും. വിവിധ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ ആസൂത്രണ നയരേഖകളിൽ വിനോദസഞ്ചാര മേഖല മെച്ചപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. അതിന്റെ ഭാഗമായി ചില പ്രഖ്യാപനങ്ങൾ വൈകാതെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ മാത്രം ഇത് പരിമിതപ്പെടുന്നില്ല. ഗൾഫിന്റെ പൊതുവായ സമ്പദ്ഘടനയ്ക്കും ഇത് കൂടുതൽ ഉണർവേകും. MCA നാസർ, മീഡിയ 1, ദുബൈ.